നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. അതുപോലെ നമ്മുടെ റീഡിങ്സുകളൊക്കെ ടൈംലെസ് ആണ്, ജെൻലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾ അതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് അതിനകത്ത് ഓരോ കാര്യങ്ങൾ റെസനേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. കൂടാതെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല, ഇതൊരു പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല, ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോവുക. കാരണം ഇതിനകത്ത് ഒരു എനർജി പോലും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുകയുമില്ല. കൂടാതെ തന്നെ നമ്മൾ ഏത് ഇമോഷൻസോട് കൂടിയാണ് ഒരു കാര്യത്തെ നമ്മളിലേക്ക് കണക്റ്റ് ചെയ്യുന്നത് ആ രീതിയിലായിരിക്കും അത് നമ്മളിലേക്ക് വന്ന് ചേരുക. അപ്പം ഒരു ബാഡ് കർമ്മ എനർജിക്ക് നിൽക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക. ജീവിതത്തിൽ പോസിറ്റീവായ കാര്യങ്ങളും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബന്ധങ്ങളാണെങ്കിലും സിറ്റുവേഷൻസുകളാണെങ്കിലും എല്ലാം നമ്മളെപ്പോഴും കണക്റ്റ് ചെയ്യാൻ നോക്കാവുള്ളൂ. എന്നാൽ മാത്രമാണ് നമുക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക കേട്ടോ. നമുക്ക് അസ്ട്രോളജിക്കൽ സൈൻ എനർജി നോക്കുമ്പോൾ ഇതിനകത്ത് ഫെബ്രുവരി മാസക്കാരുടെ എനർജിയും അതുപോലെ തന്നെ ജൂൺ മാസത്തിൻ്റെ എനർജിയും സെപ്റ്റംബർ മാസത്തിൻ്റെ എനർജിയും നല്ല രീതിയിൽ കണക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് റെസനേറ്റ് ആവുകയില്ല എന്നല്ല. നമ്മളത് എത്രത്തോളം നമ്മൾ ജനറൽ റീഡിങ്സുകളെ കണക്റ്റ് ചെയ്യുന്നുവോ അതനുസരിച്ച് നമുക്കതിൽ നിന്നുള്ള ഇൻഫർമേഷൻസുകൾ ലഭിക്കും. വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട്. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ അത് വരാഹി മന്ത്രം 8 മണിക്ക് ശേഷം, രാത്രി 8 മണിക്ക് ശേഷം നമ്മൾ ചൊല്ലാൻ പാടുള്ളൂ. 108 തവണയോ 308 തവണയോ നിങ്ങളുടെ എന്ത് കാര്യമാണോ സാധിക്കേണ്ടത്, കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരേണ്ടത്, ആ ഒരു കാര്യം പറഞ്ഞ് അമ്മയുടെ എനർജി, മദർ എനർജിയെ കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആ വരാഹി മന്ത്രം ചൊല്ലുക. മാത്രവുമല്ല തെറ്റായ കാര്യങ്ങൾക്ക്, നമുക്ക് ശരിയല്ലാത്ത ചില കാര്യങ്ങളുണ്ടാവുമല്ലോ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറിനൊന്നും ഒരിക്കലും വരാഹി മന്ത്രം നിങ്ങൾ ഉപയോഗിക്കരുത്. അത് നിങ്ങൾക്ക് നേരെ തിരിച്ചടിയായിട്ട് വരും. നിങ്ങളുടെ കുടുംബജീവിതം, കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ടും കരിയർ, ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് മാറാനാണ് വരാഹി മന്ത്രം നമ്മൾ ഇട്ടിരിക്കുന്നത്. പ്രയോജനം ചെയ്യുക. കൂടാതെ തന്നെ ബ്ലോക്കേജുകൾ, ബ്ലാക്ക് മാജിക് പോലുള്ള കാര്യങ്ങൾ, നെഗറ്റിവിറ്റികൾ, നിങ്ങളെ ഇനിയിപ്പം നമ്മുടെ ഗ്രഹങ്ങളുടെ ആണെങ്കിലും നമ്മുടെ ദശാസന്ധികളെ സംബന്ധിച്ചുള്ള നെഗറ്റിവിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ നാവുദോഷം, കണ്ണുദോഷം, ശാപദോഷം, പൂർവ്വകർമ്മ എനർജികൾ, അതെല്ലാം മാറാൻ നമുക്ക് തീർച്ചയായിട്ടും വരാഹി മന്ത്രം വളരെ ഉപയോഗപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചൊല്ലാം. നമ്മളിതൊരു ഉപാസന പോലെയല്ല ചെയ്യുന്നത്, പ്രാർത്ഥന പോലെയാണ് നമ്മളിത് നിങ്ങളിലേക്ക് നൽകുന്നത്. ആ രീതിയിൽ മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. മണി അഫർമേഷൻസും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ബ്ലോക്കേജ് മാറാനും പണം നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകാനും വേണ്ടിയിട്ടും ആണത് ചെയ്യുന്നത്. അതും നിങ്ങൾ അതിൻ്റേതായ വിശ്വാസത്തോടു കൂടി ചെയ്യുക. മണി അഫർമേഷൻസ് നിങ്ങളെപ്പോഴും നാവിൽ ചൊല്ലാം കേട്ടോ. ഒരു പ്രാർത്ഥന പോലെ ചൊല്ലിക്കൊണ്ട് നടക്കാം. അത് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് വരും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, 21 ദിവസമാണോ 48 ദിവസമാണോ എന്നുള്ള ചോദ്യം നിങ്ങൾ ഫസ്റ്റ് തന്നെ നിർത്തുക. നമ്മളെപ്പോഴും നമുക്ക് ഫലം കിട്ടാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും ഒരു കാര്യസിദ്ധിക്ക് അതല്ല നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. നമുക്ക് 21 ദിവസമോ 48 ദിവസമോ ജീവിച്ചാൽ മതിയോ? നമുക്ക് മുന്നോട്ടേക്ക് ജീവിക്കണമെങ്കിൽ അത് മുന്നോട്ടേക്ക് എന്ത് കാര്യവും കണ്ടിന്യൂ ചെയ്യണമെന്ന് മനസ്സിലാക്കുക. ഒരു ദിവസമോ 2 ദിവസമോ അല്ല നമുക്ക് ജീവിക്കേണ്ടതല്ലേ. അപ്പോൾ അതനുസരിച്ച് തന്നെയാണ്. ഇത് ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 21 ദിവസം ചൊല്ലിയാൽ മതിയോ, അത് കഴിഞ്ഞാൽ പിന്നെന്താ, പിന്നെ എല്ലാം ഓക്കെയാണ് ഒക്കെ സംഭവം, പിന്നെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കണം. ആദ്യം നമ്മൾ പ്രയത്നിക്കാൻ ശ്രമിക്കുക, നമ്മൾ ത്യാഗം ചെയ്യാൻ ശ്രമിക്കുക. ഫലം ഇച്ഛിക്കാതെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടുന്നതിനെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, നമ്മൾ കൊടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. അപ്പം നമുക്ക് തന്നെ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യങ്ങൾ വന്നുകൊള്ളും. ഇത് പറഞ്ഞ് മടുക്കും. ഞാൻ ഒരിക്കലും ആരോടും പറയില്ല 90 ദിവസം 21 ദിവസം ഒന്നും ഞാൻ പറയില്ല. നിങ്ങൾക്ക് എത്ര കാലം ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറ്റുമോ, നമ്മളുടെ ഒരു നിത്യമായിട്ട് എന്നെന്നും ചെയ്യുന്ന ഒരു കാര്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ എടുക്കാൻ ശ്രമിക്കുക. അതല്ലാതെ നമ്മളൊരു ഇത്ര ദിവസം വെച്ചുകൊണ്ടല്ല ഒരു കാര്യം ചെയ്യേണ്ടത്. ഫലം ഇച്ഛിക്കാതെ, നമ്മൾ അതിൽ നിന്ന് ഒരു ഫലം ലഭിക്കണമെന്ന് ആഗ്രഹിക്കാതെ നമ്മളുടെ ആ ഒരു കർമ്മം ചെയ്ത് കടന്നു പോയിക്കൊണ്ടിരിക്കുക.
അതിൻ്റേതായ ടൈം ആകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരേണ്ട കാര്യങ്ങൾ വന്ന് ചേർന്നിരിക്കും. നിങ്ങളുടെ പൂർവ്വകർമ്മയാണെങ്കിലും നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു ജന്മം ചില കാര്യങ്ങൾ അനുഭവിക്കേണ്ട കാര്യങ്ങളാണെങ്കിലും അതിൻ്റെ ആ ഒരു എൻഡിങ് ടൈം ആകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം വന്ന് ചേർന്നിരിക്കും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ആ ഒരു മനസ്സോടു കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. എന്നും ഓരോ കേസുകൾ കിട്ടും പറയാനായിട്ട്. എന്താണെങ്കിലും നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 8 ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. വളരെ നല്ല റീഡിങ്സാണ് വന്നിരിക്കുന്നത്. നല്ല സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥ, അതായത് എല്ലാ രീതിയിലും, അതായത് എന്ത് ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത വിധം വളരെയധികം സ്റ്റക്ക് എനർജിയിലേക്ക് പെട്ട് നിൽക്കുന്ന, ഒന്നെങ്കിൽ ഒരു ട്രാപ്പ്ഡ് എനർജിയിൽ പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. എനിക്കിതിനകത്ത് പറയാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ബ്ലൈൻഡ് എനർജിയിലാണ്, ഒരു തീരുമാനമില്ല. അതുപോലെ തന്നെ സ്വയം ശരീരത്തെ പൂർണ്ണമായും വരിഞ്ഞു മുറുക്കി ഒരു സ്തംഭനാവസ്ഥയിൽ നിങ്ങൾ സ്വയം നിർത്തിയിരിക്കുകയാണ്. നിങ്ങളെ ആരും ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ ആർക്കും എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ള ചുമ്മാ നെഗറ്റീവ് തോട്ട്സ്, അല്ലെങ്കിൽ പാസ്റ്റിലെ കുറേ കാര്യങ്ങളെ മൊത്തത്തിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഹീലാക്കി കളയാതെ ബന്ധന അവസ്ഥയിൽ നിൽക്കുകയാണ്. പാസ്റ്റിലെ ചില പ്രശ്നങ്ങളായിരിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച് കടന്നുപോയ കാര്യങ്ങൾ, അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളെ നിങ്ങൾ ഇനി കണക്ട് ചെയ്ത് നിൽക്കുന്നതിൽ ഒരു കാര്യവുമില്ല. കാരണം അവരൊന്നും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല. അവരുടെയൊക്കെ ജീവിത വിജയത്തിനും അവർ മുന്നോട്ടേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കും. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ ചിന്തിച്ചു കൂട്ടി കുറേ പ്രശ്നങ്ങളെ, പാസ്റ്റിൽ കഴിഞ്ഞുപോയ കുറേ പ്രശ്നങ്ങളെ അന്ന് പരിഹാരം കാണാനോ അന്ന് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷനോ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളെയും ഇപ്പോഴും നിങ്ങൾ ക്യാരി ചെയ്ത് നിങ്ങൾക്ക് ചുറ്റും ഒരു വലിയൊരു മതിലുകെട്ടുണ്ടാക്കി അതിൻ്റെ നടുക്ക് സ്വയം കണ്ണുകളും കൈകളും ബന്ധിച്ച് ഒരു സ്തംഭനാവസ്ഥയിൽ നിൽക്കുന്നു. ഏറ്റവും നല്ല പ്രവർത്തിക്കാൻ, ഏറ്റവും നല്ല വിജയത്തിലേക്ക് പോകാൻ പറ്റുന്ന ബുദ്ധിയും ശക്തിയും കഴിവുകളും എല്ലാം ഉണ്ടായിട്ടും നെഗറ്റീവ് തോട്ട്സുകൾ അല്ലെങ്കിൽ നെഗറ്റീവ് ആകുന്ന ചില പെയിൻ സിറ്റുവേഷൻസിൽ ട്രാപ്പ്ഡ് എനർജിയിൽ നിൽക്കുന്നു. നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. വേറെ ആർക്കും ഒന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നില്ല, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നല്ല കോൺഫിഡൻസും അതുപോലെ നല്ലൊരു സ്വാതന്ത്ര്യ ചിന്തയോടുകൂടി പ്രവർത്തിക്കാൻ മനസ്സൊക്കെ ഉള്ള വ്യക്തികളായിരുന്നു കാണും നിങ്ങൾ. വെല്ലുവിളികൾ അതിജീവിക്കാൻ പവർഫുള്ളായ ഒരു മാനസിക സ്ഥിതിയൊക്കെ ഉള്ള പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ. പക്ഷേ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പാസ്റ്റിലെ ഒരു സിറ്റുവേഷൻസിനെ വെച്ച് നോക്കുമ്പം ചിലപ്പോൾ ഈ നല്ലൊരു പൊസിഷനിലൊക്കെ കരിയർ പാതയിലൊക്കെ നല്ല ഒരു ടോപ്പ് എനർജിയിൽ നിന്ന വ്യക്തികളാവാം പെട്ടെന്ന് ഡൗൺ ആയി എല്ലാം ഉപേക്ഷിച്ച പോലെ നമ്മളുടെ എന്താ പറയുക പൂർണ്ണമായി നമ്മളുടെ ആ ഒരു കഴിവുകളെ നിങ്ങളുടെ പോസിറ്റീവാകുന്ന ആ ഒരു എനർജികളെ എല്ലാം ഉപേക്ഷിച്ച് വളരെയധികം ഒരു ഒന്നും ചലിക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ സ്വന്തമായി ചിന്തകൾ കൊണ്ട് പാസ്റ്റിൽ നിങ്ങളുടെ പല അനുഭവങ്ങൾ കൊണ്ട് ബന്ധനാവസ്ഥയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ അതിൽ നിന്നും ഒരു ചേഞ്ചിങ്, ഒരു വലിയൊരു മാറ്റം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിച്ച ഒരു പൊസിഷനിൽ നിന്നും നിങ്ങൾക്ക് ഇറങ്ങി പോരേണ്ടി വന്നതാവാം. അതല്ലെങ്കിൽ ആഗ്രഹിച്ച പല സിറ്റുവേഷൻസുകളിൽ നിന്നും ഇറങ്ങി പോരേണ്ടി വന്നതാവാം. നിങ്ങൾ പ്രതീക്ഷിച്ച പലരിൽ നിന്നും നിങ്ങൾക്ക് നെഗറ്റീവ് ആകുന്ന അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാവാം ഇനി എന്ത് ചെയ്യണമെന്നുള്ള ചിന്തയിൽ നിങ്ങൾ സ്തംഭനാവസ്ഥയിൽ നിൽക്കുന്നത്. എന്താണെങ്കിലും ഒരു ട്രാജഡി, ഒരു ദുരന്തങ്ങളെ നേരിട്ട അവസ്ഥയിൽ നിന്നും ഒരു വലിയ മാറ്റത്തിലേക്ക്, ഒരു പുതിയൊരു ആക്ഷൻ എടുക്കേണ്ട സമയമായിട്ടുമുണ്ട്. അതിനു വേണ്ട ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് കാണുന്നത്. ഒരു അബണ്ടൻസിൻ്റെ സമയമാണ് കേട്ടോ നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം കണക്റ്റ് ആകപ്പെടുന്നത്. ആ ഒരു സ്തംഭന അവസ്ഥയെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മൂവ് ഓൺ ചെയ്യാനുമുള്ളൊരു സമയമായി എന്ന് തന്നെയാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നതും. നിങ്ങൾക്കത് മാനസികമായിട്ട് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. കാരണം ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിലേക്ക് ഒരു അബണ്ടൻസ് വന്ന് ചേരാൻ പോകുന്നു. ചിലർക്കൊക്കെ ഈ ലോട്ടറിയൊക്കെ എടുത്ത് നടക്കുന്നവർക്കാണെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ഒരു ലോട്ടറി ഭാഗ്യമൊക്കെ ഒന്നുണ്ട് കേട്ടോ. ഒരു ഫിനാൻഷ്യൽ പരമാകുന്ന ഒരു അബണ്ടൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. സാമ്പത്തികമായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായിട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു സ്റ്റക്ക് എനർജി, ഒരു ട്രാപ്പ്ഡ് എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്ന പല സാഹചര്യങ്ങളും ഇന്നത്തെ ദിവസം പോസിറ്റീവായിട്ട് വരുന്നുണ്ട്. കരിയർ പാതയിലൊക്കെ നിങ്ങൾ അനുഭവിക്കുന്ന ബർഡൻ്റെ എനർജി
തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് ഇറക്കി വെക്കാവുന്നതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു കരിയർ പാതയിൽ നല്ലൊരു പൊസിഷനിൽ ഇരുന്നിട്ടും ഒരുപാട് ബർഡനും ഒരുപാട് പ്രശ്നങ്ങളെയും നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം. നിങ്ങൾക്ക് മേലുള്ള ഉദ്യോഗസ്ഥരിൽ സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളിൽ നിന്നാവാം, അതല്ലെങ്കിൽ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരുന്ന തരത്തിൽ ജോലിയിലായിരിക്കാം നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ബർഡൻ എനർജി, ജീവിതത്തിൽ ഒരു ബർഡൻ എനർജിയെ നിങ്ങൾക്ക് ഇറക്കി വെക്കേണ്ട സമയമാണ് ഇന്നത്തെ ദിവസം. ഏകദേശം ഒരു ബർഡൻ്റെ ഒരു എൻഡിങ് ആണ്. അതായത് ഭാരം കുറയ്ക്കാൻ പറ്റുന്ന ചില മാർഗ്ഗങ്ങൾ, ചില സിറ്റുവേഷൻസുകൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ കണക്റ്റഡ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പരമാകുന്ന ചില കാര്യങ്ങളും നിങ്ങളിലേക്ക് വളരെ ശക്തമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ കരിയർ പാതയുമായിട്ട് കണക്റ്റ് ചെയ്ത് തന്നെ നോക്കുമ്പോൾ നമുക്കിവിടെ കാണുന്നത് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് കേട്ടോ. ജോലി സംബന്ധമായിട്ടൊക്കെ ഇറങ്ങി തിരിച്ച വ്യക്തികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസുകൾ ഇന്നത്തെ ദിവസം നിങ്ങളെ തേടി വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഒരു കൺഫ്യൂഷൻ എനർജി, കരിയർ പാതയിലൊക്കെ ചില ജോലികളെ സംബന്ധിച്ച് നമുക്ക് ബർഡൻ്റെ എനർജി കാണുന്നുണ്ട്. നല്ലൊരു പൊസിഷനിൽ ഇരുന്ന വ്യക്തികൾക്ക് അവിടുത്തെ ആ ഒരു സ്ഥാനത്തിനൊരു ചലനം സംഭവിച്ചതുപോലുള്ള ചില സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ കരിയർ പാതയെ കണക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചില ആക്ഷൻ എടുത്തതിൻ്റെ ഫലമായിട്ട് ചില സ്റ്റക്ക് എനർജികൾ, ട്രാപ്പ്ഡ് എനർജികളിൽ പെട്ട സിറ്റുവേഷൻസ്. അപ്പോൾ ഇതിലൊക്കെ ഒരു കൺഫ്യൂഷൻ എനർജിയോട് കൂടി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒന്നെങ്കിൽ ഈ ഒരു ജോലിയിൽ നിന്ന് ചേഞ്ച് ആകണോ, അതല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് പുതിയ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം. ഒരു കൺഫ്യൂഷൻ എനർജി, ഒരു കയറ്റയിറക്കം പോലെ. പോസിറ്റീവാണ് കാര്യങ്ങളെങ്കിലും അതിനകത്ത് നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങളെ സംബന്ധിച്ചൊരു ഗുഡ് ന്യൂസ് എനർജി നിങ്ങൾക്കുണ്ടാകാം. അതുപോലെ കരിയർ പാതയെ കണക്റ്റ് ചെയ്ത് ലീഗൽ പരമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനും ഇന്ന് നിങ്ങൾക്ക് അനുകൂലമാകുന്നൊരു ഗുഡ് ന്യൂസാണ് നിങ്ങളെ തേടി വരുന്നത്. അതുപോലെ പുതിയ പ്രോജക്റ്റ് വർക്കുകൾ, എന്തെങ്കിലും കോൺട്രാക്റ്റൊക്കെ ഒപ്പിടുകയോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു ബിസിനസ് പോലുള്ള കാര്യങ്ങളോ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യാനൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം പറ്റിയ നല്ലൊരു എനർജി ഇന്നത്തെ ദിവസമുണ്ട്. ഒരു കാര്യം തീർപ്പാക്കാനായിട്ട്, എല്ലാ കാര്യങ്ങൾക്കും ഒരു ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കാൻ, ഒരു സക്സസ്സിൽ എത്തിക്കാനായിട്ട് ഇന്നത്തെ ദിവസം കൺഫ്യൂഷൻ പരമായിട്ട്, അതായത് വേണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷൻ, നല്ലത് ചീത്ത എന്താണെന്ന് സെലക്ട് ചെയ്യാൻ പറ്റാത്ത വിധമുള്ള കൺഫ്യൂഷൻ, ആ ഒരു എനർജി ഇന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും എൻഡ് ആക്കാൻ പറ്റുകയും മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങളിലേക്ക് തുടക്കം കുറിക്കാനും പറ്റും. കൂടാതെ തന്നെ ലീഗൽ പരമായിട്ട് കരിയർ പാതയെ കണക്റ്റ് ചെയ്ത്, ബിസിനസ് ആയിക്കോട്ടെ എന്ത് കാര്യമായിക്കോട്ടെ, നിങ്ങളുടെ കരിയർ പാതയെ കണക്റ്റ് ചെയ്തുള്ള ലീഗൽ പരമാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം നിങ്ങളെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം അനുകൂലമായ സിറ്റുവേഷൻസ് തന്നെയാണ് വരാൻ പോകുന്നത്. നല്ല ഈക്വാലിറ്റി, നല്ല പോസിറ്റീവായിട്ടുള്ള, നല്ല സ്മൂത്തായ, നല്ല മുന്നോട്ടേക്ക് പോകാൻ, അതായത് ഒരു ഫ്യൂച്ചർ എനർജിയിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ സാധിക്കുന്ന സാഹചര്യം കാണുന്നുണ്ട്. അതായത് കോൺഫ്ലിക്റ്റ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ആരെങ്കിലുമായിട്ടൊക്കെ ഇനി നിങ്ങൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾക്ക് ഒരു ആക്ഷൻ കാർഡ്, നിങ്ങൾ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്നതിനെക്കുറിച്ച് വീടിനുള്ളിലോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കിടയിൽ ഒരു തർക്കമോ ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് അല്ലാത്ത അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരത്തിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഫൈറ്റിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവിടെയെല്ലാം നിങ്ങളെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എവിടേക്കാണോ ആരൊക്കെയായിട്ടാണോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് അതെല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് പരിഹരിക്കപ്പെടുന്നു. അതായത് നിങ്ങളിൽ ഒരു വിജയത്തിൻ്റെ എനർജി കണക്റ്റഡ് ആകുന്നു. അതായത് നിങ്ങളുടെ വാക്കിന് വിലയുണ്ടാകുന്ന ഒരു ദിവസമായിട്ട്, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കൊരു മൂല്യം ഉള്ള ദിവസമായിട്ടാണ് കാണുന്നത്. അതുപോലെ നിങ്ങൾ കരിയർ പാതയിൽ എന്തെങ്കിലും, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും തുടങ്ങാനാണ് ഇരിക്കുന്നതെങ്കിൽ, അതൊരു ട്രാവലിംഗുമായ കാര്യമായിക്കോട്ടെ, ഇനിയിപ്പോൾ ഒരു വിദേശ യാത്രയെ സംബന്ധിച്ചുള്ള കാര്യമായിക്കോട്ടെ, നിങ്ങളൊരു ഉറച്ച തീരുമാനത്തോടു കൂടിയാണ് നിൽക്കുന്നതെങ്കിൽ കരിയർ പാതയുമായിട്ട് കണക്റ്റ് ചെയ്തുള്ള കാര്യങ്ങൾക്കെല്ലാം ഇന്ന് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടാണെങ്കിലും ഒരു മൂവ്മെൻറ്റ്സ്, അത് മുന്നോട്ടേക്ക് അതിൻ്റെ ആക്ഷനുകൾ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അതിനകത്ത് തടസ്സങ്ങളോ ലീഗൽ പരമാകുന്ന പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഒരു പരിഹാരം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ ഫാമിലി പരമായിട്ട് എന്തെങ്കിലും ജഡ്ജ്മെൻറ്റിങ്, അതായത് നിയമപര പോരാട്ടം നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ, കുടുംബമായിട്ടോ മക്കൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ നിങ്ങൾ എന്തെങ്കിലും നിയമ പോരാട്ടത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഡിവൈൻ്റെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്കാണ് കേട്ടോ. അതായത് ഒരു കൂട്ടത്തോടെയുള്ള പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾക്ക് ന്യായം ലഭിക്കുന്നു. നിങ്ങളുടെ വേദനയ്ക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം അലഞ്ഞതിന്, നിങ്ങൾ അനുഭവിച്ച സ്ട്രഗിളിങ്ങിന്, ഒറ്റപ്പെടലിനുമെല്ലാം നിങ്ങൾക്ക് പൂർണ്ണമായും ഒരു പോസിറ്റീവ് ആകുന്ന ഒരു സക്സസ് ഇന്ന് കിട്ടുന്നുണ്ട്. ഇന്ന് നീതി നിങ്ങൾക്കാണ്.
ലീഗൽ പരമായിട്ട് അത് ഫാമിലി പ്രശ്നത്തിന് ഇറങ്ങിയാലും അതുപോലെ കരിയർ പാതയുമായിട്ടും ബിസിനസ് പരമായിട്ടും ഫിനാൻഷ്യൽ സംബന്ധമായിട്ടൊക്കെ ഒരു നീതി ലഭിക്കേണ്ട വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിവൈൻ സപ്പോർട്ടിങ്, അതായത് ഒരു ഡിവൈൻ ടൈമിംഗ് ആണ് ഇന്നത്തെ ദിവസം കേട്ടോ. വളരെ നല്ല അനുഗ്രഹമുള്ള അല്ലെങ്കിൽ വളരെ പോസിറ്റീവ് ആകുന്ന ചില കാര്യങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട്. അതായത് നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ട് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു വാക്കുകൾ നിങ്ങളെ കേൾക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയിലാണ് നിങ്ങൾ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു ചേഞ്ചിങ് ആണ്. നിങ്ങളെ പെട്ടെന്നൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ചേഞ്ചിങ്, ഒരു വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഡിവൈൻ കൊണ്ടുവന്ന് തരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്ന, നിങ്ങൾ സമാധാനപരമായിട്ട് കാത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ ക്ഷമയോടുകൂടി നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത്, ചെറിയ നഷ്ടങ്ങളൊക്കെ ആ ഒരു സിറ്റുവേഷൻസിൽ സംഭവിക്കുന്നുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ ഒരു പ്രതീക്ഷയാണ്, അത് ഫ്യൂച്ചർ സിറ്റുവേഷൻസിനെ നിങ്ങൾക്കൊന്ന് വിജയിപ്പിക്കാൻ, നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിനെ നിങ്ങൾക്ക് സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ കലാപരമാകുന്ന രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തികളാണെങ്കിൽ, കലയുടെ ഫീൽഡിലൊക്കെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒരു സ്റ്റാർ ആവാനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു സ്ഥാനം ലഭിക്കാൻ വേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പിൻ്റെ ഫലം നിങ്ങളെ തേടി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ ചില വ്യക്തികളെ സംബന്ധിച്ച് ഡിപ്രഷൻ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ കുറച്ച് മെഡിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. മെഡിറ്റേഷൻസ് അല്ലെങ്കിൽ നല്ല രീതിയിൽ 1 അവറെങ്കിലും നിങ്ങളൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തണം. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ദ്രോഹിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ എന്തൊക്കെയോ രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നു, നിങ്ങൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ശത്രുക്കൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ലെങ്കിലും നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്ത് ഉറക്കം കളഞ്ഞും മാനസിക ഡിപ്രഷൻ എനർജിയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒരുപാട് ആൻസൈറ്റി. ഇതിനകത്ത് ആകെയുള്ളൊരു പോംവഴി പ്രാർത്ഥനയാണ് കേട്ടോ. ശക്തമാകുന്ന ഒരു അവറോ 2 അവറോ 3 അവറോ ഒക്കെ നിങ്ങൾക്ക് എത്രയാണോ ടൈം കിട്ടുന്നത് അത്രയും ടൈം നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുക. മന്ത്രങ്ങൾ ചൊല്ലുകയോ സഹസ്രനാമങ്ങൾ ചൊല്ലുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസപ്രകാരമുള്ള പ്രാർത്ഥന ചൊല്ലുകയോ ചെയ്യുക. അതിനപ്പുറം മെഡിറ്റേഷൻസിലേക്കൊന്നും നിങ്ങൾ ചാടിപ്പോകരുത്. പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ടേക്ക് പോവുക എന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഭയങ്കരമായിട്ടൊരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് വേണം. ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കാരണം എല്ലായിടത്തും നിങ്ങൾ സെൽഫായിട്ട് സ്തംഭനാവസ്ഥയാണ്. നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന പോസിറ്റിവിറ്റികളെല്ലാം തിരിച്ചു പോകും നിങ്ങൾ നെഗറ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാലെന്ന് ഫസ്റ്റ് മനസ്സിലാക്കുക. നിങ്ങൾ ആ ഒരു സ്തംഭനാവസ്ഥയിൽ നിന്ന് പോരുക. അതായത് ഇമോഷണൽ പെയിനാണ്, വളരെയധികം ഹാർട്ട് ബ്രോക്കൺ ആണ്. എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഡിലേ എനർജിയിലായി പോകുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ മാനസിക പ്രശ്നം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ഇന്നത്തെ ദിവസം ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ ദിവസമാണ് കേട്ടോ. ഇമോഷണൽ ബാലൻസ് വരുന്നുണ്ട്, ഒരു മെച്യൂരിറ്റി വരുന്നുണ്ട്. ഗൗരവത്തോടു കൂടി നിങ്ങളുടെ സിറ്റുവേഷൻസുകളെ നിങ്ങൾ കാണാനും അതിനെ കൈകാര്യം ചെയ്യേണ്ടതാകുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഒരു പുതിയ മാറ്റം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇത്രയും പ്രശ്നങ്ങളെ അതിജീവിക്കാനായിട്ട് നിങ്ങളത് മാനസികമായിട്ട് പവർഫുള്ളായിട്ട് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക എന്ന് തന്നെയാണ് കാണുന്നത്. സ്റ്റാർ എനർജിയാണ് കേട്ടോ. നിങ്ങൾ എന്താണോ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന അത് ഇമോഷണൽ പരമാകുന്ന ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇമോഷൻസ് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളിലേക്ക് വരുന്ന പല അവസരങ്ങളെയും നിങ്ങൾ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വളരെയധികം സ്ട്രെസ് അനുഭവിച്ച് നിങ്ങളൊരു വെയിറ്റിംഗ് എനർജിയിലാണ് കേട്ടോ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇമോഷണൽ പരമാകുന്ന എന്തോ കാര്യം നിങ്ങൾക്ക് ഫാമിലി പരമായിട്ട് വരെ വളരെ തടസ്സം നിൽക്കുന്ന, എന്നാൽ നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട് ഫോക്കസിങ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊരു ജസ്റ്റിസ് ലഭിക്കും കേട്ടോ. ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് കണക്റ്റഡ് ആകും. പക്ഷേ ചില നഷ്ടങ്ങളിലൂടെ ആയിരിക്കാം, ചില ബന്ധങ്ങളുടെ നഷ്ടങ്ങൾ അതിനെ സംബന്ധിച്ച് കണക്റ്റഡ് ആകപ്പെടുന്നു എന്നാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾക്കൊരു ജസ്റ്റിസ് അതിൽ ലഭിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ ഇന്നത്തെ ദിവസം ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ജഡ്ജ്മെൻറ്റ് നീതി ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻസ് തന്നെയാണ് കാണുന്നത്.
കൂടാതെ തന്നെ ലവേഴ്സ് എനർജിയാണ് വന്നിരിക്കുന്നത്. പാർട്ട്ണർ എനർജി ആണെങ്കിലും പ്രണയബന്ധങ്ങളിലൊക്കെ ആണെങ്കിലും ഇന്നൊരു വലിയ ഏറ്റവും നല്ല രീതിയിലുള്ളൊരു ഇമോഷണൽ എക്സ്പീരിയൻസ് ഒക്കെ ലഭിക്കുന്ന ദിവസമാണ് കേട്ടോ. പ്രണയിച്ച് നടക്കുന്ന ആളുകളുടെ എനർജിയെ നോക്കി കഴിയുമ്പോൾ നല്ലൊരു ഹാപ്പിനെസ്, ഒരു സന്തോഷം, ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ചില നിമിഷങ്ങളൊക്കെ ഇന്നത്തെ ദിവസം പ്രണയബന്ധത്തിൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ കുറച്ച് എല്ലാ ദിവസത്തേക്കാൾ കുറച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ച് ഇമോഷൻസ് പ്രകടിപ്പിക്കാനൊക്കെ ഉള്ള ഒരവസരമൊക്കെ ഇന്നത്തെ ദിവസം ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. പിന്നെ കുറച്ച് എഫോർട്ടിങ് എനർജി ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരു ബ്ലോക്കേജ് ഉള്ള ചില വ്യക്തികളെ സംബന്ധിച്ച് ഫാമിലി പരമാകുന്ന വിവാഹബന്ധം ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനെ സംബന്ധിച്ച് കുറച്ച് ഇഷ്യൂ ലൈഫിൽ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇച്ചിരി എഫോർട്ട് എടുക്കേണ്ടതായിട്ട് വരുന്ന ചില സിറ്റുവേഷൻ, ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഫിനാൻഷ്യൽ സംബന്ധമായ എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് ഒരു ചെറിയ ബ്ലോക്കേജ്, അതൊരു ചെറിയൊരു വഴക്ക് പോലുള്ള സിറ്റുവേഷൻസൊക്കെ ഭാര്യാഭർതൃബന്ധത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ പിണക്കം പോലുള്ള സാഹചര്യങ്ങളൊക്കെ. പക്ഷേ ഓവറോൾ എനർജിയിലേക്ക് നോക്കുമ്പോൾ പോസിറ്റിവിറ്റിയാണ്. എന്നാൽ ചെറിയ രീതിയിൽ ലോസ് എനർജികൾ കാണുന്നുണ്ട്. ചെറിയൊരു ഒറ്റപ്പെടലും അവഗണനയൊക്കെ ഇന്നത്തെ ദിവസം നേരിടേണ്ടി വരുമെങ്കിൽ തന്നെ അതിനെയെല്ലാം മറികടന്ന് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും. കാരണം ഇന്ന് ഡിവൈൻ ടൈമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉള്ള ദിവസമാണ്. നമ്മളുടെ ലൈഫിൽ കയറ്റിറക്കങ്ങളുണ്ടാവും, പല പ്രശ്നങ്ങളുണ്ടാവും. അതിനെ നമ്മൾ നല്ല രീതിയിൽ വളരെ പോസിറ്റീവായിട്ട് തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോകുമ്പോൾ മാത്രമാണ് ജീവിതത്തിൽ ഏത് വ്യക്തികൾക്കും വിജയം ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.